നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെൽ ഐക്കണും അമർത്തൂ. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് നടൻ ദിലീപിനെയും നാദിർഷയും ചോദ്യം ചെയ്തതും തുടർന്നുണ്ടായ സംഭവങ്ങളും മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തു വരികയാണ്. എന്നാൽ സംഭവത്തിന്റെ സത്യാവസ്ഥ ഇതാണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ദിലീപിന്റെ ഓൺലൈൻ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ചാനലുകളിൽ മാധ്യമ ഹിജടകൾ നടത്തി വരുന്ന കുറച്ചു കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. കാവ്യ ഒളിവിലാണെന്നും ലക്ഷ്യയിൽ റെയ്ഡ് നടത്തിയെന്നും പറഞ്ഞ് ബ്രേക്കിംഗ് ആക്കിയതും ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ജോർജ് സ്പൂരത്തിന്റെ സെറ്റിൽ പൾസർ സുനി എത്തിയതും തുടങ്ങി ചാനലുകൾ കഴിഞ്ഞ ദിവസം ആഘോഷിച്ച വാർത്തകൾക്കെതിരെയാണ് ദിലീപ് ഓൺലൈൻ പോസ്റ്റ്. ദിലീപ് നാദിർഷയും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയെന്ന വാർത്ത തീർത്തും തെറ്റാണെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു നിലപാട് ഇരുവരും ചർച്ച ചെയ്തിട്ട് പോലുമില്ല. തെറ്റ് ചെയ്യാത്ത കാര്യത്തിന് ഞാൻ എന്തിന് മുൻകൂർ ജാമ്യം എടുക്കണമെന്നാണ് ദിലീപ് സുഹൃത്തുക്കളുടെ ചോദ്യത്തിന് മറുപടിയായി നൽകിയത്. നാദിർഷയുടെ സഹോദരനും ഇക്കാര്യം നിഷേധിച്ചിരുന്നു. ദിലീപിനോടും നാദിർഷയോടും കൊച്ചി വിട്ടു പോകരുതെന്നും ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നും പറഞ്ഞും വാർത്തയിൽ സംഭവിച്ചു. ഈ മാധ്യമ പ്രവർത്തകൻ ഈ വാർത്ത കീറിമുറിക്കുന്ന സമയത്താണ് ദിലീപ് ഏട്ടനും കാവ്യയും കൊച്ചി വിട്ട് തൃശൂരിലെ അമ്പലത്തിൽ പോയി തൊഴുതത്. ഇങ്ങനെ ഒരു അറിയിപ്പും അവർക്ക് ലഭിച്ചിട്ടില്ല. കാവ്യയെ കാണാൻ കാവ്യയുടെ വീട്ടിൽ പോയി നോക്കിയിട്ട് കാര്യമില്ല, അതിന് ആലുവയിലെ ദിലീപിന്റെ വീട്ടിൽ പോയി നോക്കണമെന്നായിരുന്നു. കാവ്യയുടെ പേരിലുള്ള വീട് പൂട്ടിയിരിക്കുന്നുവെന്നാണ് വാർത്തകൾ വന്നത്. ലക്ഷ്യയിൽ റെയ്ഡ് നടത്തിയെന്ന വാർത്ത ചേട്ടന്മാർക്ക് അധികം ഓടിക്കാൻ കഴിഞ്ഞില്ല. DGP സാർ തന്നെ പൊളിച്ചു അണ്ണാക്കിൽ കൊടുത്തു. മാർച്ചിൽ കിട്ടിയ വീഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ എങ്ങനെയാണ് ലക്ഷ്യയിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് ചോദിക്കുന്നത്. ഏതോ ഒരുത്തൻ ദിലീപിന്റെ കൂടെ നിന്ന് സെൽഫി എടുത്തതിന്റെ ബാക്കിൽ ഒരുത്തൻ നിൽക്കുന്നു. അത് സുനിയാണെന്ന് കണ്ടുപിടിച്ചവന്റെ കണ്ണ് അപാരം തന്നെ. ആ കണ്ണ് ആർക്കെങ്കിലും ദാനം കൊടുക്കണേ. കഴിഞ്ഞ ദിവസത്തെ ഫോൺ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ സുനി ദിലീപിനെയോ ദിലീപ് സുനിയോ വിളിച്ചതായി രേഖകളില്ല. പോലീസിനോട് സുനി ഇപ്പോൾ പറയുന്നത് ദിലീപിനോട് നേരിട്ടോ അല്ലാതെയോ താൻ സംസാരിച്ചിട്ടില്ലെന്നാണ്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.